ഞാൻ ഈ അടുത്ത ഒരു മിനി ഫിൽട്ടർ പമ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് വാങ്ങിയെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിൻ്റെ ഡെമോൺസ്ട്രേഷനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം പമ്പാണ് ഈ ഒരു അക്വേറിയത്തിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് എടുത്ത ഒരു വീഡിയോ ക്ലിപ്പാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് 4 വാട്ടിൻ്റെ ഒരു മിനി ഫിൽട്ടർ പമ്പാണ്. ചെറിയ സൈസുള്ള അക്വേറിയങ്ങൾക്കൊക്കെ വളരെ സ്യൂട്ടബിൾ ആണ്. ഇപ്പോൾ ഈ കാണുന്ന അക്വേറിയം ഒരു സ്ക്വയർ ഷേപ്പ്ഡ് അക്വേറിയമാണ്. അതായത് ക്യൂബ് അക്വേറിയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത്തരം ചെറിയ സ്പേസുകളിലേക്കൊക്കെ ഇതുപോലുള്ള മിനി ഫിൽട്ടർ പമ്പുകൾ വളരെ സ്യൂട്ടബിൾ ആണ്. മീനുകൾക്ക് വല്ലാതെ ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ആവശ്യത്തിന് മാത്രം വെജിറ്റേഷൻ, ആവശ്യത്തിന് മാത്രമുള്ള സർക്കുലേഷനൊക്കെ, വെള്ളത്തിൻ്റെ സർക്കുലേഷനൊക്കെ ഇതിനകത്ത് നടക്കുന്നുള്ളൂ. പിന്നെ ഈ പമ്പിനകത്ത് നമുക്ക് എയറേഷൻ്റെ ആ ഒരു ട്യൂബ് കണക്ട് ചെയ്തിട്ട് എയറേഷന് കൊടുക്കാം. ഫിൽട്ടർ കമ്പാർട്ട്മെൻറ്റിനകത്ത് സ്പോഞ്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ ഫിൽട്രേഷൻ കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കും. പിന്നെ ബയോളജിക്കൽ ഫിൽട്രേഷൻ, അതായത് നമ്മുടെ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ചെയ്യുന്ന ആ ഒരു ബയോളജിക്കൽ ഫിൽട്രേഷൻ ഇതിനകത്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കും. നമ്മൾ ഇതിൻ്റെ ഡെമോ കാണിച്ചതെല്ലാം ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു കണ്ടെയ്നറിനകത്തായിരുന്നു. ഇപ്പോൾ ഇത് അക്വേറിയത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ മീനുകൾ റാം സെക്ലിഡ്സ് ആണ്. ഇത് ഏത് വെറൈറ്റിയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് അറിയാവുന്ന വെറൈറ്റികൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് ബ്ലൂ റാം, അതുപോലെ ജർമ്മൻ ബ്ലൂ റാം, പിന്നെ ഗോൾഡൻ റാം. ഈ 3 വെറൈറ്റികളാണ് എനിക്ക് പോപ്പുലറായിട്ട് അറിയാവുന്നത്. എൻ്റെ പേര് ഞാൻ ചോദിച്ചിരുന്നു, പക്ഷേ അതിൻ്റെ പേര് എനിക്ക് അത്ര ഫെമിലിയർ അല്ല. റാം റൈസ് എന്നോ അങ്ങനെ എന്താണ് പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വെറൈറ്റിയുടെ പേര് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറിയ ക്യൂബ് അക്വേറിയങ്ങളിലൊക്കെ ഇതുപോലുള്ള 4 വാട്ടിൻ്റെ പമ്പുകളൊക്കെ വളരെ സ്യൂട്ടബിൾ ആണെന്നാണ്. ഇത്തരം സ്ക്വയർ ഷേപ്പിലുള്ള അക്വേറിയങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഗ്രാവലും സാൻഡൊക്കെ ഉപയോഗിച്ചിട്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് തീരെ ചെറിയൊരു ക്യൂബല്ല, കുറച്ച് സൈസുള്ള ഒരു ക്യൂബാണ്. ഇത്തരത്തിലുള്ള സബ്മേഴ്സിബിൾ ഫിൽട്ടർ പമ്പുകളും നമ്മുടെ സ്പോഞ്ച് ഫിൽറ്ററും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഫിൽട്ടർ പമ്പിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പുഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. എയർ ബബിൾസും മിക്സ് ആയിട്ടാണ് അത് പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു അക്വേറിയത്തിനകത്ത് ഒരു സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അടിഭാഗത്തൊക്കെ അടിഞ്ഞുകൂടിയിട്ടുള്ള അഴുക്കുകൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. അങ്ങനെ സർക്കുലേറ്റ് ചെയ്തിട്ട് ഈ സ്പോഞ്ചിൻ്റെ, അതായത് ഈ ഫിൽട്ടർ കമ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് അത് അതിലേക്ക് വലിഞ്ഞു കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു മെക്കാനിക്കൽ ഫിൽട്രേഷനാണ് ഇത്തരത്തിലുള്ള സബ്മേഴ്സിബിൾ പമ്പുകൾ ചെയ്യുന്നത്. ഫിൽട്ടർ ചെയ്ത വെള്ളമാണ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മൾ ഇത്തരത്തിലുള്ള പമ്പുകൾക്ക് പകരം സ്പോഞ്ച് ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്പോഞ്ച് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോഞ്ച് ഫിൽറ്ററിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ എയർ പമ്പ് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതും അത്യാവശ്യം നല്ല രീതിയിൽ ഫിൽട്രേഷൻ നടക്കും. എങ്കിൽ പോലും സർക്കുലേഷൻ ഉണ്ടായിരിക്കില്ല. ഈ എയർ പമ്പ് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബബിൾസ് മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ പൊട്ടുന്ന ആ ഒരു സമയത്ത് ചെറിയ രീതിയിലുള്ള ഒരു വേൾപൂൾ, ഒരു ചുഴി പോലത്തെ ഒരു സംഭവം സാധാരണ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ചുഴിയിലേക്ക് ചുറ്റുവട്ടത്തുള്ള അഴുക്ക് ഇങ്ങനെ വലിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് സ്പോഞ്ചിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് ഫിൽറ്റർ ഇരിക്കുന്ന ആ ഒരു ഏരിയയിലുള്ള അഴുക്ക് മാത്രമാണ് അതിലേക്ക് വലിഞ്ഞു വരുന്നത്. കുറച്ച് ദൂരത്തു നിന്നുള്ള അഴുക്ക് കാര്യങ്ങളൊന്നും അതിൻ്റെ അടുത്തേക്ക് വരില്ല. ഇതുപോലുള്ള ക്യൂബ് അക്വേറിയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പോഞ്ച് ഫിൽറ്റർ വലിയ കുഴപ്പമില്ല, കാരണം അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള, അതായത് നീളത്തിലുള്ള അക്വേറിയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ട് ഒരു സ്പോഞ്ച് ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ വലിയ യൂസ് ഒന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ 2 കോർണറിൽ 2 സ്പോഞ്ച് ഫിൽറ്ററെങ്കിലും വെക്കേണ്ടി വരും. അതേസമയം ഇത്തരത്തിലുള്ള സബ്മേഴ്സിബിൾ പമ്പുകളാണെന്നുണ്ടെങ്കിൽ, ഫിൽറ്റർ പമ്പുകളാണെന്നുണ്ടെങ്കിൽ, ഈവൺ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള അക്വേറിയങ്ങളാണെങ്കിൽ പോലും, സാമാന്യം കുഴപ്പമില്ലാത്ത സൈസുള്ള അക്വേറിയങ്ങളാണെങ്കിൽ പോലും, നമ്മൾ ആ സൈസിനനുസരിച്ചുള്ള വാട്ടേജിലുള്ള പമ്പ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സബ്മേഴ്സിബിൾ പമ്പിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ 2 സ്പോഞ്ച് ഫിൽറ്ററും നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. ആ അക്വേറിയത്തിൻ്റെ സൈസിനനുസരിച്ചുള്ള ഒരു സബ്മേഴ്സിബിൾ പമ്പ്, ഇതുപോലത്തെ ഒരു ഫിൽറ്റർ പമ്പ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേവ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് മറ്റേ സൈഡിലുള്ള അഴുക്കും ആ സർക്കുലേഷൻ വഴി ഈ ഒരു സ്പോഞ്ചിൻ്റെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു പമ്പിലേക്ക് വലിഞ്ഞു കയറി ഫിൽട്ടർ ചെയ്ത വെള്ളം പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും സ്പോഞ്ച് ഫിൽറ്ററുമായിട്ട് ഇത്തരത്തിലുള്ള സബ്മേഴ്സിബിൾ പമ്പുകളെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഈ ഇത്തരത്തിലുള്ള സബ്മേഴ്സിബിൾ പമ്പുകൾ തന്നെയാണ് എനിക്ക് കൂടുതലും ബെനിഫിഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത്. സ്പോഞ്ച് ഫിൽറ്റർ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത് ബയോളജിക്കൽ ഫിൽട്രേഷൻ ആണ്. 3 തരം ഫിൽട്രേഷനാണ് അക്വേറിയത്തിനകത്ത് നടക്കുന്നത്. മെക്കാനിക്കൽ ഫിൽട്രേഷൻ, കെമിക്കൽ ഫിൽട്രേഷൻ, പിന്നെ ബയോളജിക്കൽ ഫിൽട്രേഷൻ. നമ്മുടെ സാധാരണ സ്പോഞ്ച് ഫിൽറ്ററുകൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് ബയോളജിക്കൽ ഫിൽട്രേഷൻ ആണ്. അതായത് ആ സ്പോഞ്ചിനകത്ത് നല്ല ബാക്ടീരിയകൾ അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ബാക്ടീരിയകൾ കൂടുകൂട്ടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോളനികൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ടോക്സിക് ആയിട്ടുള്ള അമോണിയ, നൈട്രൈറ്റ്, അതിനെ നൈട്രേറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് ബയോളജിക്കൽ ഫിൽട്രേഷൻ നടത്തുന്നു. മെക്കാനിക്കൽ ഫിൽട്രേഷനും അതുപോലെ തന്നെ കെമിക്കൽ ഫിൽട്രേഷനും സ്പോഞ്ച് ഫിൽറ്ററുകൾ ചെയ്യുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല, ലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്. വെള്ളത്തിലെ അഴുക്ക് വലിച്ചെടുത്ത് ക്ലീൻ ചെയ്യുന്നതിനെയാണ് മെക്കാനിക്കൽ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. കെമിക്കൽസ് ഫിൽറ്റർ ചെയ്തെടുക്കുന്നതിനെയാണ് കെമിക്കൽ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സബ്മേഴ്സിബിൾ ഫിൽട്ടർ പമ്പുകൾ മെക്കാനിക്കൽ ഫിൽട്രേഷൻ നല്ല രീതിയിൽ ചെയ്യാറുണ്ട്. അതായത് അക്വേറിയത്തിലുള്ള അഴുക്ക് വലിച്ചെടുത്ത് ക്ലീൻ ചെയ്യുന്ന പരിപാടി. ബയോളജിക്കൽ ഫിൽട്രേഷൻ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് ചെയ്യും, കാരണം ഇതിനകത്ത് സ്പോഞ്ച് ഉള്ളതുകൊണ്ട് ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ഇതിനകത്ത് കോളനികൾ ഉണ്ടാക്കി നമ്മുടെ ബയോളജിക്കൽ ഫിൽട്രേഷൻ നടത്തും. പിന്നെ വരുന്നത് കെമിക്കൽ ഫിൽട്രേഷൻ ആണ്. കെമിക്കൽ ഫിൽട്രേഷൻ ചെയ്യാൻ മാത്രമുള്ള ഒരു മീഡിയ ഇതിനകത്തില്ല. അതായത് ചാർക്കോൾ ബാഗ് പോലെ എന്തെങ്കിലും ഈ ഒരു ഫിൽട്ടർ കമ്പാർട്ട്മെൻറ്റ് അത് വേണം. അത് ഈ ഒരു പമ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ കുറച്ച് നാൾ മുമ്പ് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയ്ലിയ എന്ന് പറയുന്ന ഒരു പമ്പിൻ്റെ മോഡൽ.
അതിൻ്റെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിനകത്ത് അവർ ചാർക്കോളിൻ്റെ ബാഗോ എന്തോ കൊടുക്കുന്നുണ്ട് കെമിക്കൽ ഫിൽട്രേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പമ്പുകൾ വേറെയും വരുന്നുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അതിനകത്ത് കെമിക്കൽ ഫിൽട്രേഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഈ ഒരു മോഡലിനകത്ത് സ്പോഞ്ച് മാത്രം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബയോളജിക്കൽ ഫിൽട്രേഷനും മെക്കാനിക്കൽ ഫിൽട്രേഷനും മാത്രമാണ് ഇതിനകത്ത് പോസിബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് സോബോ ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് WP850F എന്നാണ്. ഈ മിനി ഫിൽട്ടർ പമ്പ് വെറും 4 വാട്ടിൻ്റെയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നത് 200 രൂപയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് 400 ലിറ്റേഴ്സ് പെർ അവർ ആണ്. ഈ ഒരു പമ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ച് ഇതിൻ്റെ ഡെമോ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫിൽട്ടർ പമ്പ് അക്വേറിയത്തിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തത്. ചെറിയ മീനുകളൊക്കെ ഇടാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ചെറിയ അക്വേറിയങ്ങളിലൊക്കെ ഈ ഒരു മിനി പമ്പ് സ്യൂട്ടബിൾ ആണ്. മീനുകൾക്ക് ചെടികൾക്കും ഒന്നും ഡിസ്റ്റർബൻസ് ഇല്ലാതെ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.